ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൗ ടു ബി ദ ചൂസൺ വൺ. നിങ്ങൾ ചൂസൺ വൺ ആണോ? നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഓക്കെ, സോ ചൂസൺ വൺ എന്ന് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്, ഒരു ചെറിയ യൂട്യൂബർ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ആ ഫസ്റ്റ് വീഡിയോ മറ്റൊരു വലിയ യൂട്യൂബറുടെ സഹായത്തോടു കൂടി ഫ്രീ പ്രൊമോഷൻ കിട്ടി വൈറലായി പോകുന്നു. അങ്ങനെയുള്ളൊരു യൂട്യൂബേഴ്സിനാണ് നമ്മൾ ഈ ചൂസൺ വൺസ് കാറ്റഗറി പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയട്ടെ, ചൂസൺ വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രൊമോഷനിലൂടെ ഫ്രീ പ്രൊമോഷനിലൂടെ സപ്പോർട്ടിലൂടെ കയറി വരുന്നവരാണ്. അങ്ങനെ ഉദാഹരണം നമ്മുടെ സമൂഹത്തിലുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്. ആരോമല എന്ന് പറഞ്ഞ യൂട്യൂബർ. ആ യൂട്യൂബറിനെ ഉബൈദ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാൾ ട്രോളിലൂടെയാണ് ഫേമസ് ആക്കി എടുത്തത്. അങ്ങനെ ആരോമല ഇപ്പോൾ ഫീൽഡിൽ തന്നെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ വീഡിയോയിലോട്ട് പോയേക്കാം. സോ ചൂസൺ വൺ ആകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? ചൂസൺ വൺസ് ആകാൻ വേണ്ടി പൊതുവെ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോയിൽ ചിരിക്കാനുള്ളതോ അല്ലെങ്കിൽ അറിവുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ഷോർട്ട് പീരീഡിൽ അപ്ലൈ ചെയ്യുക. അതും ഒരു വല്ലാത്ത രീതിയിൽ, അതായത് ആരും ട്രൈ ചെയ്യാത്ത ഒരു യുണീക്ക് രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു ചൂസൺ വണ്ണായിട്ട് മാറുക. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റൊരാൾക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇത് എന്തെങ്കിലും തരത്തിൽ പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നുള്ളൂ. പക്ഷേ ഞാൻ പറയട്ടെ, ലോക്ക്ഡൗണിന് ശേഷം ഈ കൺസെപ്റ്റ് ശരിക്കും മാറി. ലോക്ക്ഡൗൺ അങ്ങോട്ട് നല്ല രീതിക്ക് ഹാർഡായിട്ട് ഹിറ്റ് ചെയ്ത സമയത്ത് ഇഷ്ടം പോലെ ചൂസൺ വൺസ് പൊങ്ങി വന്നു. പക്ഷേ ലോക്ക്ഡൗൺ ഒന്ന് ഒതുങ്ങിയ സമയത്ത് ഇപ്പം ഒരു യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്രീ പ്രൊമോഷൻ്റെ കൺസെപ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയാണ് സിറ്റുവേഷൻ. എന്നാൽ ലോക്ക്ഡൗണിന് മുമ്പ് വരെ ഒരുപാട് ചൂസൺ വൺസ് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ലോക്ക്ഡൗണിന് ശേഷം എനിക്ക് തോന്നുന്നു ചൂസൺ വൺസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് നമ്മുടെ അശ്വിൻ ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ചേട്ടൻ തന്നെയാണ്. അപ്പം നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് ഒന്നും പോയേക്കാം. അപ്പം ചൂസൺ വൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ചൂസൺ വൺസ് എന്ന് പറയുമ്പോൾ മറ്റു തരത്തിൽ നെഗറ്റീവ് രീതിയിൽ എടുക്കുന്നവരുണ്ട്. അതായത് എന്ത് വില കൊടുത്തും എന്ത് തെറ്റത്തരം കാണിച്ചു യൂട്യൂബിൽ പെട്ടെന്ന് ഫേമസ് ആകാൻ നോക്കുന്നവരുണ്ട് ചൂസൺ വൺസ് കാറ്റഗറിയിൽ. അതായത് തനിക്കിട്ട് ഒരു പണി വന്നേക്കാമെന്ന് അറിഞ്ഞിട്ടും ഒരാൾക്കെതിരെ തെറി പറയുക, ഒരാൾക്കെതിരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ഫെയിം, ഈ ക്യാഷും ഫെയിമും സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിന് വേണ്ടി എന്ത് ചെറ്റത്തരം കാണിച്ച് വൈറലാവാൻ ശ്രമിക്കുന്നവരും ഈ ചൂസൺ കാറ്റഗറിയിലുണ്ട്. അതല്ലാതെ നല്ല കണ്ടന്റ് ഇട്ട്, നമ്മുടെ ആരോമലയേട്ടനെ പോലെയൊക്കെ നല്ല കണ്ടന്റ് ഇട്ട് നല്ല കോമഡി ആയിട്ട് ആൾക്കാർ ചിരിപ്പിച്ച് അവരുടെ മനസ്സ് സന്തോഷിപ്പിച്ച് വൈറലായിട്ടുള്ളവരുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ചൂസൺ വൺസ് കാറ്റഗറിക്ക് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. പക്ഷേ അതുപോലെ സമയം തന്നെ മറ്റൊരിടത്ത് ഈ സ്ലോ പ്രോസസ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ സാധാരണ ഒരു വീഡിയോ ഇട്ടിട്ട് കയറി വരും. അതിൻ്റെ ഇടയ്ക്കായിട്ടൊരു യൂണീക്കായിട്ട് നിൽക്കുന്നവരാണ് ഈ ചൂസൺ വൺസ്. ചൂസൺ വൺസിൻ്റെ ഏറ്റവും വലിയ സ്കില്ലെന്ന് പറയുന്നത് ലക്കാണ്. അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ കഴിവ് ലക്കാണ്. നമ്മുടെ ചാനലില്ലാതെ പോയ കാര്യം ലക്ക് തന്നെയാണ്. നമ്മുടെ പലരുടെ ചാനലില്ലാതെ പോയ ലക്ക് തന്നെയാണ്. കാരണം ലക്കില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പല ചാനലും എത്ര എഫോർട്ട് ഇട്ടിട്ടും വ്യൂസ് കയറാത്തത്. ചിലപ്പോൾ യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ വലിയ കുഴപ്പമായിരിക്കാം. എന്തായാലും ഇപ്പോൾ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർ പറഞ്ഞ അൽഗോരിതമാണ് എല്ലാം, അൽഗോരിതം അങ്ങനെയാണ്, അൽഗോരിതം ഇങ്ങനെയാണെന്നാണ്. പല ദുർബല നിമിഷങ്ങളിൽ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് യൂട്യൂബൊക്കെ ഒന്നോ രണ്ടോ ആളുടെ കയ്യിലാണ് ഇപ്പോഴും കിടന്ന് കറങ്ങുന്നതെന്ന്. അൽഗോരിതമൊക്കെ ഉണ്ടോ എന്നാണ് സംശയിച്ച് പോയിട്ടുണ്ട് പലപ്പോഴും. കാരണം ഹാർഡ് വർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടൈമും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്നും തിരിച്ചു കിടക്കുമ്പോഴത്തേക്കും പലരും ഞങ്ങൾ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പല യൂട്യൂബേഴ്സ് എപ്പോഴും പറയുന്നുണ്ട് എല്ലാ ദിവസവും കാണാം അൽഗോരിതത്തിൻ്റെ വീഡിയോ എന്നും പറഞ്ഞ് ഓരോരുത്തരിടുന്നത്. അതൊക്കെ പോട്ടെ, ചൂസൺ വൺസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. ചൂസൺ വൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രീ പ്രൊമോഷനാണ് അതൊക്കെ കൺസെപ്റ്റ്. പക്ഷേ ഇന്ന് നമുക്ക് വന്നോന്നറിയാം, നമുക്കെന്നറിയാം ഇപ്പോൾ ഫ്രീ പ്രൊമോഷൻ കൺസെപ്റ്റ് പോകാനുള്ള കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോക്ക്ഡൗണിനൊക്കെ മുമ്പ് വരെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹാപ്പിനെസ് ആൻഡ് ഫണ്ണായിരുന്നു. ഓക്കെ, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇന്നത് മാറി. ഇന്നത് ബിസിനസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലോട്ട് ആഴത്തിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നിവിടെ നടക്കുന്ന ഒരു ബിസിനസ്സാണ് യൂട്യൂബ് എന്ന് പറയുന്നതിൻ്റെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ലെയറാണ് ഈ ഒരു ഹാപ്പിനെസ്, എൻ്റർടൈൻമെൻറ്റ്, സന്തോഷം ഒക്കെ. അതിൻ്റെ ബാക്കിൽ മൊത്തം ബിസിനസ്സാണ്. ഓക്കെ, ക്യാഷ് ആൻഡ് ഫെയിം എന്ന കൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിർമ്മൽ ബ്രോ വന്നേക്കുന്നത് ഈ പറഞ്ഞ ഫെയിമിനും ക്യാഷിനും അല്ലെന്നും. ഞാൻ പറയട്ടെ ഗൈസ്, ഞാൻ ഈ വീഡിയോ വന്നത് ഈ നോളജ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്, മ്യൂസിക്കിനെ കുറിച്ച് നോളജ് തരാൻ വേണ്ടിയാണ് ആദ്യം വന്നത്. അതിനുശേഷം മനസ്സിലായി മ്യൂസിക് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ആരും കാണിയാണെന്ന്. അപ്പോൾ ഞാൻ കണ്ടന്റ് മാറ്റി പിടിച്ചു. സുഹൃത്തുക്കൾ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് നിങ്ങളുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സിലൂടെ എനിക്ക് ഒരു 1K സബ്സ്ക്രൈബേഴ്സും എൻ്റെ ചാനലിൽ മോണിറ്റൈസ് ആവുകയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ തന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇൻകത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ. അല്ലാതെ ഞാൻ ഒരിക്കലും ഈ ഒരു ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങളുടെ സഹായത്തോടുകൂടി എനിക്കത് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചൂസൺ വൺസ് ആവാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ട്. അത് നെഗറ്റീവ് സൈഡ് ഒരിക്കലും പോകാതിരിക്കാൻ ശ്രമിക്കുക. എന്ത് വില കൊടുത്തും ചെയ്യുന്നത് അത് ചെയ്യരുത്, തെറ്റാണ് ഗൈസ്. കാരണം ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക. നമുക്ക് നിയമത്തിനെതിരെ എന്തുകൊണ്ട് വീഡിയോ ചെയ്യണം? നമ്മുടെ വ്യൂവേഴ്സ് അതൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ബൈ.